കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 17, 20 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരിസേയർ ചോദിച്ചതിന് യേശു മറുപടി പറഞ്ഞു, പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെയല്ല ദൈവരാജ്യം വരുന്നത്. ഇതാ ഇവിടെ, അതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അവൻ ശിഷ്യരോട് പറഞ്ഞു, മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരുന്നു, എന്നാൽ നിങ്ങൾ കാണുകയില്ല. അതാ അവിടെ, ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും. നിങ്ങൾ പോകരുത്, അവരെ നിങ്ങൾ അനുഗമിക്കുകയും അരുത്. ആകാശത്തിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെ ആയിരിക്കും തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും. എന്നാൽ ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് നിരന്തരം ഈശോ തൻ്റെ ശിഷ്യന്മാരെയും ജനത്തെയും പ്രബോധിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പം അതുകൊണ്ടൊരു സംശയ നിവാരണത്തിനായിരിക്കണം ഫരിസേയരൊക്കെ വന്നിട്ട് ചോദിക്കുന്നത്, ദൈവരാജ്യം എപ്പോഴാണ് വരിക? പെട്ടെന്ന് ദൈവരാജ്യം വരുമോ? അതോ അവിടെ ഇവിടെ അടയാളങ്ങളോടുകൂടിയാണ് വരിക? അപ്പം ഇതിന് കർത്താവ് ഉത്തരം പറഞ്ഞത് നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച സമയത്ത് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, കർത്താവ് അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈവരാജ്യം എന്ന് പറയുന്നത് റോമാക്കാർക്ക് ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഭക്ഷണമോ തീറ്റയോ കുടിയോ ഒന്നുമല്ല, മറിച്ച് സമാധാനവും നീതിയും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ്. ദൈവരാജ്യം നമ്മുടെ ഉള്ളിലാണ് സ്ഥാപിക്കപ്പെടേണ്ടത്. ഒരുവൻ സമാധാനത്തിലായിരിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ സമാധാനത്തിലായിരിക്കുമ്പോൾ, അവൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്താലും അവൻ്റെ രക്തത്താലും നീതീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുമ്പോൾ, മറ്റൊരു വാക്യം പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദത്തിലായിരിക്കുമ്പോൾ അവൻ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലാണ്. മറ്റൊരു വാക്യം പറഞ്ഞാൽ യേശു ഒരുവൻ്റെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ അവൻ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലാണ്. നമ്മൾ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അവിടെയാണോ ഇവിടെയാണോ ദൈവരാജ്യം എന്ന് അന്വേഷിക്കുകയല്ല. യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട ഏറ്റവും ശക്തമായ പ്രബോധനങ്ങളിൽ ഒന്നാണ് ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്നുള്ള ആ സത്യം. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലാണ് ദൈവരാജ്യം സംജാതമാകേണ്ടത്. ഇന്നത്തെ ആദ്യ വായന ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു പുസ്തകമാണ്. ഫിലോമൻ എഴുതുകയാണ്. പൗലോസ് തൻ്റെ ജയിൽവാസ സമയത്ത് ഫിലോമന് ലെറ്റർ എഴുതുന്നതാണ്. അപ്പോൾ ഫിലോമൻ്റെ അടിമയായി കഴിഞ്ഞിരുന്നവനാണ് ഒനേസിമുസ്. അപ്പോൾ തീർച്ചയായിട്ടും യജമാനനോട് ബന്ധപ്പെടുത്തി എന്തൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടായി. ഒനേസിമുസ് ഫിലോമനിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. പൗലോസ് ജയിൽവാസം അനുഭവിക്കുകയാണ്. സുവിശേഷത്തെ പ്രതി, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളെ പ്രതി വൃദ്ധനായിരിക്കെ അവൻ ജയിൽവാസം അനുഭവിക്കുന്ന സമയത്ത് ഈ ഒനേസിമൂസും ജയിലിലുണ്ട്. സംഭവിച്ചെന്നാന്ന് ചോദിച്ചാൽ, തന്നോടൊപ്പമുള്ള വാസത്തിൽ ഈ ഒനേസിമൂസിനെ അടിമയായിരുന്ന, ദൈവത്തെ അറിയാതിരുന്ന ഒരു സഹോദരനെ തൻ്റെ കാരാഗ്രഹവാസ കാലഘട്ടത്തിൽ പൗലോസ്ലീഹ അവൻ ആത്മീയ പിതാവായിട്ട് മാറി. മറ്റൊരു വാക്യം പറഞ്ഞാൽ അവനിൽ ദൈവരാജ്യം വളരാൻ പൗലോസിന്റെ സാന്നിധ്യം കാരണമായി. പൗലോസിൽ ദൈവരാജ്യത്തിന് അനുഭവം ഉണ്ടായതുകൊണ്ടാണല്ലോ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സുവിശേഷം പറയാൻ പറ്റുന്നത്, സുവിശേഷം അല്ലെങ്കിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാൻ പറ്റുന്നത്. എന്നിട്ട് ഫിലോമന് എടുത്തെഴുതുകയാണ്, നിന്നിൽ നിന്ന് ഓടിപ്പോന്നവനായിരിക്കും അവൻ, കുഴപ്പമില്ല, എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായിട്ട് നിന്നിൽ നിന്ന് വന്നതായിരിക്കാം, അതൊന്നും ഗൗനിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ നിനക്ക് അവൻ എന്തെങ്കിലുമൊക്കെ രീതിയിൽ കടപ്പെട്ടിട്ടുണ്ടാകാം, അതെല്ലാം ഞാൻ തന്നോളാം, അതേക്കുറിച്ചൊന്നും നീ ആശങ്കപ്പെടണം, നീ തിരിച്ചെടുക്കണം. അവൻ നമ്മുടെ സുവിശേഷത്തിനായിട്ട് പ്രയോജനപ്പെടുത്താൻ തക്ക വിധത്തിൽ എൻ്റെ കാരാഗ്രഹവാസത്തിൽ, ഞാൻ ഈ ജയിലിൽ കിടക്കുന്ന സമയത്ത്, മറ്റു വാക്യം പറഞ്ഞാൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സമയത്ത്,
ഒരു സ്വാതന്ത്ര്യമില്ലാത്ത സമയത്തും ആന്തരിക ആത്മീയ മനുഷ്യന്റെ സ്വാതന്ത്ര്യം ഒരു ദൈവരാജ്യ അനുഭവത്തിലായിരുന്ന പൗലോസ്ലീഹ ഈ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് തൻ്റെ കൂടെ കിടക്കുന്ന ഒനേസിമൂസ് എന്ന് പറയുന്ന ഒരടിമയെ കൈപിടിച്ച് ആ സ്നേഹത്തിൽ ഉയർത്തുകയാണ്. എന്നിട്ട് ഫിലോമോനോട് പറഞ്ഞു, ഞാൻ അവനെ തിരിച്ച് എഴുത്തെഴുതുക, ഞാൻ അവനെ തിരിച്ച് നിന്റെ അടുത്തേക്ക് തന്നെ വിടുക. അവനെ നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ, സുവിശേഷ വേലയിൽ അവനെ കൂടി നമുക്ക് പ്രയോജനപ്പെടുത്താൻ തക്ക വിധത്തിൽ അവന് ഈ കാരാഗ്രഹവാസകാലത്തിൽ ഞാൻ അവൻ്റെ ആത്മീയ പിതാവായിട്ട് മാറി. ആത്മീയ പിതാവായിട്ട് മാറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ലൗകിക മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നവനാണ് ഒരപ്പൻ അല്ലെങ്കിൽ ഒരമ്മ എന്ന് പറയുന്നത്. ഇത് അവന് ആത്മീയ പിതാവായിട്ട് മാറി എന്ന് പറഞ്ഞാൽ അവനിൽ ആത്മീയ ജന്മം നൽകാൻ പൗലോസ്ലീഹ കാരണമായെന്നർത്ഥം. അവനിൽ ദൈവരാജ്യം ജന്മമെടുക്കാൻ പൗലോസിന്റെ സാന്നിധ്യം കൊണ്ട് ജയിലിൽ കടന്ന സമയത്ത് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത സുവിശേഷ പ്രഘോഷത്തിനോ ദൈവരാജ്യ പ്രഘോഷത്തിനോ ഒക്കെ ഒരു സാധ്യതയില്ലാത്ത, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സാധ്യതയില്ലാത്ത ജയിലിൽ കിടക്കുന്നു. മാത്രമല്ല പൗലോസ്ലീഹ വൃദ്ധനുമാണ്, പ്രായം ഏറി നിൽക്കുന്ന സമയം. എന്നിട്ടും അവിടെ കിടന്നുകൊണ്ട് തൻ്റെ സഹോദര അടിമയെ, ജയിലിൽ കിടക്കുന്നവനെ അവനിൽ ദൈവരാജ്യത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ഒക്കെ അനുഭവത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ പറ്റിയെങ്കിൽ എത്രമാത്രം ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലായിരുന്നു പൗലോസ്ലീഹ ജീവിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ കൂടെ വസിക്കുന്നവരും ഈ ദൈവരാജ്യത്തിന് അനുഭവം ഉണ്ടാവണമല്ലോ. സമാധാനത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള നീതീകരിക്കപ്പെട്ട അനുഭവത്തിലും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദത്തിലൊക്കെ നമ്മുടെ കൂടെ വസിക്കുന്നവർ ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഈ ദൈവരാജ്യം നമ്മളിൽ വളരണം. നമ്മളിൽ ഇല്ലാത്തൊന്ന് നമുക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും? നമ്മളിൽ സ്നേഹമില്ലെങ്കിൽ നമുക്ക് എങ്ങനെ സ്നേഹം കൊടുക്കാൻ പറ്റും? നമ്മളിൽ കരുണയില്ലെങ്കിൽ എങ്ങനെ കരുണ കൊടുക്കാൻ പറ്റും? നമ്മൾ ഇന്നുവരെ ദൈവസ്നേഹത്തിന്റെ അനുഭവം അനുഭവിച്ചിട്ടില്ല എങ്കിൽ എങ്ങനെ ഈ സ്നേഹത്തിൽ അവരിനെ പങ്കുകാരാക്കാൻ പറ്റും? അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ ഞാൻ ഉയർത്തപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യേശുക്രിസ്തു നമ്മളിൽ വളരുമ്പോൾ, അവന്റെ സ്നേഹവും അവന്റെ സാന്നിധ്യവും നമ്മളിൽ വളരുമ്പോൾ നമ്മൾ സമാധാനത്തിൽ ജീവിക്കുന്നവരായിട്ട് മാറും. എല്ലാവർക്കും വേണ്ടതും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ സമാധാനമാണ്. വെച്ചാ എവിടെ ചെന്ന സമാധാനം കിട്ടുമെന്ന് ചോദിക്കുന്നത്. ആരെ കണ്ട സമാധാനം കിട്ടും, എന്ത് ചെയ്ത സമാധാനം കിട്ടും എന്നാണ് നിരന്തരമായിട്ട് ദൈവജനം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനം കിട്ടാൻ ഒറ്റ വഴിയുള്ളൂ, നമ്മുടെ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കുക. കർത്താവിൽ ഉറപ്പിക്കുക എന്നത് മാത്രമാണ് നിലനിൽക്കുന്ന സമാധാനത്തിൻ്റെ ഏക പരിഹാര മാർഗം. അതല്ല നമ്മൾ മനുഷ്യരിൽ സമാധാനം കണ്ടെത്താൻ ശ്രമിച്ചാൽ, ലോകത്തിൽ സമാധാനം കണ്ടെത്താൻ ശ്രമിച്ചാൽ, ലോകം വെച്ചു നീട്ടുന്ന അനുഗ്രഹങ്ങളുടെ മീതെ സമാധാനം കണ്ടെത്താൻ ശ്രമിച്ചാൽ, ഇതെല്ലാം വരും നാളുകളിൽ നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന, പടിയിറങ്ങിപ്പോകുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ സമാധാനവും പടിയിറങ്ങിപ്പോകും. അതുകൊണ്ട് നിലനിൽക്കുന്ന സമാധാനത്തിന് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കുമ്പോൾ നിനക്ക് നിലനിൽക്കുന്ന സമാധാനമുണ്ട്. അപ്പൊ ഈ നിലനിൽക്കുന്ന സമാധാനത്തിലും ആത്മീയ ആനന്ദത്തിലൊക്കെ ഒരു ദൈവ പൈതൽ ജീവിക്കുമ്പോൾ അവനിൽ ദൈവരാജ്യം സംജാതമായി. അവനിൽ ദൈവരാജ്യം ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങി. നമ്മളിൽ എത്ര പേര് ദൈവരാജ്യം ഫലം പുറപ്പെടുവിക്കുന്നുണ്ട്? നമുക്ക് എത്ര പേർക്ക് നിലനിൽക്കുന്ന സമാധാനമുണ്ട്, ആനന്ദമുണ്ട്? യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെട്ടവരും അവന് സ്വന്തമാക്കപ്പെട്ടവരാണ് നമ്മളെന്നുള്ള ബോധ്യത്തോടെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ ഈ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലാണ് നമ്മൾ. അതാർക്കും തകർക്കാൻ പറ്റില്ല. ഒരു ജയിലിൽ കടന്നാലും ഈ അനുഭവത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റും, തടവറയിൽ കടന്നാലും എനിക്ക് ജീവിക്കാൻ പറ്റും. ഒരു ലോകം തരുന്ന ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത വേളകളിലും എനിക്ക് ഈ ജീവിതം സാധ്യമാകുന്നത് എന്നിൽ ദൈവരാജ്യം സംജാതമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം യേശു നിരന്തരമായി പ്രഘോഷിച്ചു കൊണ്ടിരുന്ന ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ ആയിരിക്കുക എന്നുള്ളതാണ്. അതിനായി ഈശോ നമ്മളിൽ എത്ര കണ്ട് വളർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അത്ര കണ്ട് ക്രിസ്തു നമ്മളിൽ രൂപപ്പെടുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ ജീവിക്കാൻ തുടങ്ങും. ഈ വിശുദ്ധ കുർബാനയിലൂടെ കർത്താവേ, നിലനിൽക്കുന്ന സമാധാനത്തിലും സന്തോഷത്തിലും ഒക്കെ ജീവിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.